ആ നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കാൻ ഉപയോഗിക്കുന്നതായ ഇന്ധനത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. അത് പെട്രോളല്ല, ഡീസലല്ല, അത് കൽക്കരിയല്ല, മണ്ണെണ്ണയല്ല. ആ നരകത്തെ അല്ലാഹു കത്തിക്കാനുള്ള ഇന്ധനം അന്നാസു വൽ ഹിജാറ, ദുഷിച്ചതായ ജനങ്ങളാണ്. അല്ലാഹുവിനെ ചിന്തിക്കാതെ മോശപ്പെട്ട ചിന്തയിൽ ഈ ഭൗതിക ലോകത്ത് അടിച്ച് പൊളിച്ച് രസിച്ച് കഴിഞ്ഞതായ ആളുകളില്ലേ, മനുഷ്യന്മാരില്ലേ, അവരെയാണ് അല്ലാഹു നരകത്തിനെ ഇന്ധനമാക്കുന്നത്. വൽ ഹിജാറ, വലിയ വലിയ ഭീമാകാരമാകുന്ന പാറക്കല്ലുകളെയും അല്ലാഹു നരകത്തിലെ ഇന്ധനമായി മനുഷ്യനോടൊപ്പം ചേർത്തിടുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നരകത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ മുസ്ലിമിന് നൽകുകയാണ്. ഏതാണ് ഈ മുസ്ലിം? നരകമുണ്ടെന്ന് വിശ്വസിച്ചവനാണ്, സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ചവനാണ്, ഖബറുണ്ടെന്ന് വിശ്വസിച്ചവനാണ്, അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസിച്ചവനാണ്, ഖബറിൽ അദാബുണ്ടെന്ന് വിശ്വസിച്ചവനാണ്, മഹ്ശറയുണ്ടെന്ന് വിശ്വസിച്ചവനാണ്, മീസാൻ എന്ന ത്രാസിനെ മനസ്സിലാക്കിയവനാ, ഹിസാബുണ്ടാകുമെന്ന് ഉറപ്പുള്ളതായ മനുഷ്യനാണ്. പക്ഷേ അവന്റെ പ്രവർത്തനങ്ങളോ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുകയാണ്, വ്യഭിചരിച്ചുകൊണ്ട് നടക്കുകയാണ്, സിനിമ കണ്ടുകൊണ്ട് നടക്കുകയാണ്, സീരിയൽ ദർശിച്ചുകൊണ്ട് നടക്കുകയാ. സ്വന്തം മക്കൾ ഒരു വഴിക്ക് പോകട്ടെ, ഭാര്യ ഏത് വഴിക്ക് തിരിയട്ടെ, വാപ്പാക്ക് ചിന്തയില്ല, ആഖിറത്തെ കുറിച്ച് ഭയപ്പാടില്ല. മാതാപിതാക്കളോട് പരിശുദ്ധമായ ഖുർആനിലെ ശക്തമായ താക്കീത് അല്ലാഹു നൽകുകയാണ്. നീ നിന്റെ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണേ, കാക്കണേ. നരകം നിസാരമല്ല, നിസാരമല്ല. നരകം നിസാരമായ ഒരു സംഗതിയായി ഈ നരകത്തെ കാണരുത്. കേവലം രണ്ട് വിറകുകൾ ചേർത്ത് വെച്ച് അടുപ്പിൽ തീ കൊളുത്തുന്നത് പോലെ കുറച്ചിങ്ങനെ തീക്കൊണ്ടാര ഒരു കിണറിനകത്ത് പോലെ സങ്കല്പിച്ച് അതാണ് നരകമെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. അതൊന്നും അല്ല നരകം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. നരകത്തെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തുള്ളതായ സമുദായത്തിനെ പഠിപ്പിച്ചു തരുകയാണ്, അറിയിച്ചു തരുകയാ. മുസ്ലിം സമുദായമേ, കേൾക്കണേ, ഉൾക്കൊള്ളണേ, ജീവിതത്തിൽ പകർത്തണേ. നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വജാലനാവുകയാണ്. നരകമെന്ന് പറയുന്നത് ലോകത്തുള്ള സർവ വൃക്ഷലതാദികളും സർവ സസ്യലതാദികളും മുഴുവനും മുറിച്ചിട്ട് മരക്കഷ്ണങ്ങളാക്കി അതെല്ലാം കൊണ്ടുവന്നൊരു വലിയ മരുഭൂമിയിലിട്ട് കത്തിച്ചാലും ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും മുഴുവൻ സസ്യലതാദികളും മുറിച്ച് മരക്കഷ്ണങ്ങളാക്കി അതെല്ലാം കൂടി ഒരു വലിയതാകുന്ന ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. ജഹന്നമെന്ന് പറയുന്ന നരകത്തിൻ്റെതാകുന്ന ഒരു നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് വളരെ ചെറുതാണ്, ചെറുതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ പോത്താം കണ്ടം ജമാഅത്തിൽ തന്നെ എത്രയാ വൃക്ഷങ്ങളുള്ളത്, എത്ര ഉണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജില്ല എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, കാസർഗോഡ് ജില്ല നോക്കിയാൽ, നമ്മുടെ കണ്ണൂർ ജില്ല നോക്കിയാൽ, ഏതെടുത്ത് പരിശോധിച്ച് നോക്ക്, ലോകത്തുള്ളതാകുന്ന മുഴുവൻ വൃക്ഷങ്ങളും സസ്യലതാദികളും എല്ലാം കൂടി ആമസോൺ കാട് എത്ര പ്രവിശാലമാണ്. ഇന്നും കണ്ട് പരിപൂർണമായി തീർന്നിട്ടില്ല എന്നാണ് ചരിത്രം. ആമസോൺ കാടിലൂടെ പൂർണ്ണമായി സഞ്ചരിച്ചവരില്ല. അത്രയേറെ നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന, അത്രയേറെ വലിയതാകുന്ന വൃക്ഷങ്ങളും വലിയതാകുന്ന ഇഴജന്തുക്കളടക്കം നിറഞ്ഞു നിൽക്കുന്നതായ പ്രവിശാലമായ ഒരു ഭാഗമാണ് ആമസോൺ. ലോകത്തിലെ ഏറ്റവും വലിയ കാട്, വനപ്രദേശം.
അങ്ങനെയുള്ളതാകുന്ന കാടുകൾ ഉൾപ്പെടെ എല്ലാ വൃക്ഷങ്ങളെയും കൊണ്ടുവന്ന് മരക്കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ തടികളാക്കി അതെല്ലാം ഇട്ട് കത്തിച്ചാലും ലക്കാനൽ ജുസുഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ, ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് വളരെ ചെറുതാണ് സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ എന്താണ് നരകം എന്ന് ചിന്തിച്ചു നോക്കി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉഖിദന്നാറു അൽഫസന, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നരകത്തെ അല്ലാഹു 1000 കൊല്ലം കത്തിക്കുകയാണ്. കത്തിക്കുന്നത് അല്ലാഹുവാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ തമ്പുരാനാണ്, ജഗന്നിയന്താവാണ്. അല്ലാഹുവാണ് തീ കത്തിക്കാനുള്ള ആഹ്വാനം നൽകിയിട്ടുള്ളത്. 1 വർഷമല്ല, 2 വർഷമല്ല, 10 കൊല്ലമല്ല, 1000 കൊല്ലം നിരന്തരമായി നരകത്തെ അല്ലാഹു കത്തിച്ചു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തൊടുത്തു സ്വഹാബ. അല്ലാഹു കത്തിക്കൽ നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ കത്തിക്കാൻ ആഹ്വാനം നൽകുകയാ. നഊദു ബില്ലാഹ്. 1000 കൊല്ലം പരിപൂർണമായി കത്തിക്കപ്പെട്ട നരകം, അതിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുത്തിട്ടും അല്ലാഹു നരകത്തിന്റെ കത്തിക്കൽ നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ കത്തിക്കുകയാണ്. നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ 2000 കൊല്ലം നിരന്തരമായി കത്തിച്ചു. ചുവന്നു തുടുത്ത നരകം. നരകത്തെ പറ്റി നേരത്തെ പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും കൊണ്ടുവന്നിട്ട് കത്തിച്ചാലും ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് തന്നെ വളരെ ചെറുതാണ്. അത്രയേറെ വിശാലമാണ് നരകം. എത്ര നാളാണ് അതിനെ സൃഷ്ടിക്കാൻ വേണ്ടി എടുത്തത്? 1000 കൊല്ലം കത്തിച്ച് വല്ലാതെ ചുവന്നു തൊടുത്തു. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചു. 2000 കൊല്ലമായി അതിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി. നബി മുഹമ്മദ് മുസ്തഫ തീർന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ സൃഷ്ടിക്കുകയാണ്. നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. 3000 വർഷം രാവും പകലും നരകത്തെ അല്ലാഹു കത്തിച്ചു അത്രേ. ഒരു സമയത്തും നരകത്തെ അണയ്ക്കുന്നില്ല. മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കാൻ, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയൊരു പണക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടത്താൻ 5 ദിവസം. ഉദാഹരണം പറയാം, കല്യാണം അങ്ങനെ നടത്തണമെന്നല്ല, അങ്ങനെ നടത്തി. കല്യാണം വളരെ ചുരുക്കിയാണ് നടത്തുന്നത്. ഏറ്റവും ചെലവ് ചുരുക്കിയിട്ട് നടത്തുന്ന നിക്കാഹിലാണ് ബറക്കത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ നടത്തി. ആ നടത്തുന്നതിന് സുബ്ഹാനല്ലാഹ് ദിവസങ്ങളോളം ചിലപ്പോൾ എന്ത് ചെയ്യും, എന്ത് വലിയൊരു 2-3 ദിവസം അടുപ്പ് ഇങ്ങനെ കത്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനും ഒരു സമയമുണ്ട്, ഒരു സന്ദർഭമുണ്ട്. എല്ലാം കഴിയുമ്പോൾ അതങ്ങ് അണയ്ക്കുകയാണ്. 1-2 ദിവസങ്ങൾ മാക്സിമം. കുറെ പണിക്കാരുണ്ടാവും, ജോലിക്കാർ ഇഷ്ടം പോലെ. എന്നാലും നിങ്ങൾ നോക്ക്, നരകത്തെ കത്തിക്കുന്നിടത്ത് അല്ലാഹു പറയാ 1000 കൊല്ലം കത്തിച്ചു, നിരന്തരം, നിർത്തുന്നില്ല, രാവും പകലും. 1000 കൊല്ലാണ്, 100 ദിവസമല്ല, മനസ്സിലാക്കണം. 1000 ദിവസമല്ല, 1000 കൊല്ലം. ഹദീസാണ്. അവിശ്വസിച്ചാൽ ആ സെക്കൻഡിൽ കാഫിറാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
അങ്ങനെ അതിന്റെ നിറം വല്ലാതെ ചുവന്നു തൊടുത്തു. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചു. നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി. നിർത്തിയില്ല, വീണ്ടും 1000 കൊല്ലം കൂടി അള്ളാഹു കത്തിച്ചു. 3000 വർഷമാണ് നരകത്തെ സൃഷ്ടിക്കാനെടുത്ത സമയം. 3000 കൊല്ലം. നിസാരമല്ല നടത്തം. നമ്മളിതൊക്കെ ആദ്യമേ പഠിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, മദ്രസയിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ല, നിന്നെ ഖബറടക്കിയിട്ട് തൽക്കീം ചൊല്ലുമ്പോഴും നിന്റെ അടുക്കലിരുന്നിട്ട് മോദീൻ ഉസ്താദ് ഓതിത്തരും. ഇതൊക്കെ സത്യമാണെന്ന് നീ ബോധ്യപ്പെട്ടില്ലായിരുന്നോ? സ്വർഗവും നരകവും ഉണ്ടെന്നൊക്കെ നീ വിശ്വസിച്ചവനല്ലേ? അന്നൽ ജന്നത ഹഖ്ഖുൻ വ അന്നൻ നാറ ഹഖ്ഖുൻ വ അന്ന ലിഖാ അല്ലാഹി തബാറക വ തആല ഹഖ്ഖുൻ എന്നൊക്കെ പറഞ്ഞ് നിന്റെ അടുക്കൽ വന്ന് തൽഖീൻ ഓതിത്തരും. ഇതൊക്കെ സത്യമാണ്. 3000 വർഷം നിരന്തരമായി കത്തിച്ചു. എന്നിട്ടോ നരകത്തിന്റെ നിറമല്ലാതെ കറുകറുത്തുപോയി സഹാബ. ആര് കണ്ടാല് പേടിക്കുന്ന രൂപമാണ്, ഭാവമാണ്. 3000 വർഷം നിരന്തരമായി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. ഇരുൾ മുറ്റപ്പെട്ടതായ നരകമായി നരകം മാറുകയാ. ആര് കണ്ടാല് പേടിക്കുന്ന രൂപമാണ്, ഭാവമാണ്. ആ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി പാരണ നൽകുകയാണ്. ഹബീബായ നബി തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞതാണ്, അലൈഹാ മലായിക ഗലാദു ശിദാദ്. അതിശക്തരാകുന്ന മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിന്മേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നരകത്തിന്റെ അധികാരികൾ അവരാണ്. അലൈഹാ മലായിക ഗലാദു ശിദാദ്. പരിപരുത്ത ഹൃദയത്തിന്റെ ആളുകളാണ്, കടുത്ത ഹൃദയത്തിന്റെ വക്താക്കളാണ് അവർ. അവരുടെ മുന്നിൽ വന്നുകൊണ്ട് എന്ത് ഓഫർ നൽകിയാലും അവർ സ്വീകരിക്കില്ല. ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്, എന്ത് വേണമെങ്കിലും നിനക്ക് ഞാൻ ചെയ്തു തരാം. ഞാൻ പോത്താങ്കണ്ടം മഹല്ല് നിവാസിയാണ്. ഞാൻ ശംസുൽ ഉലമാ ഹിഫ്ദുൽ ഖുർആനിന്റെ സാരഥിയാ. എന്നെ വെറുതെ വിടുമോ നരകമേ? ഇല്ല, നരകം വെറുതെ ഒരാളെയും വിടുകയില്ല. ആ നരകത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് കരയുന്ന മനുഷ്യ, നരകത്തെ കാക്കുന്നതായ മലക്കുകൾ അലൈഹാ മലായികത്തുൻ ഗലാദുൻ ശിദാദ്. പരിപരുത്ത ഹൃദയത്തിന്റെ വക്താക്കളാണ്. ഈ ദുനിയാവിൽ നിനക്ക് ഏതെല്ലാം കേസുകളിൽ പെട്ടു കുടുങ്ങിയാലും നിന്നെ രക്ഷപ്പെടുത്താൻ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ രാഷ്ട്രീയ സമുന്നതരാകുന്ന ആളുകൾ നിനക്ക് ഓശാന പാടാനുണ്ടാവും. എന്നാൽ ആഖിറത്തിൽ ഒരാളും നിന്നെ രക്ഷിക്കാനുണ്ടാവുകയില്ല. ഈ ദുനിയാവിൽ നിനക്ക് കള്ള് വാങ്ങിച്ചു തന്നവനോ, സിഗരറ്റ് വാങ്ങിച്ചു തന്നവനോ, തിയേറ്റർ പരിചയപ്പെടുത്തി തന്നവനോ, വ്യഭിചാരശാലയിലേക്ക് നിന്നെ കൊണ്ടുപോയവനോ ഒരാൾ പോലും നിന്നെ രക്ഷിക്കാനുണ്ടാവുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണ വരാത്ത സ്ഥലമല്ലേ മഹ്ശറ. ഒരാൾ പോലും നിന്നെ രക്ഷിക്കാനുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവരെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മുത്തുനബിയുടെ ജന്മദിനങ്ങൾ ആഘോഷിച്ച് നിലകൊള്ളുന്ന മുസ്ലിമേ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. നീ നിന്റെ സ്വന്തം ശരീരത്തെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഭാര്യ സന്താനങ്ങളെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ. ഏറ്റവും വലിയ രക്ഷകർത്തം അതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. മക്കളെയും കുടുംബത്തെയും ഒക്കെ നരകത്തിൽ നിന്ന് മുക്തരാക്കിക്കോ, അതാണ് ഏറ്റവും വലുത്. സൂക്ഷിക്കണേ, സൂക്ഷിക്കണം, സൂക്ഷിക്കണേ, സംരക്ഷിച്ചോ. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നമ്മളിൽ എത്ര പേര് സംരക്ഷിച്ചു? ചിന്തിക്കൻ സഹോദരങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.
ഈ പറഞ്ഞ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെടുന്ന നരകത്തിലേക്കാണ് എന്നെയും നിങ്ങളെയും വലിച്ചെറിയപ്പെടുന്നതെങ്കിൽ, നമ്മുടെ മക്കളെ വലിച്ചെറിയപ്പെടുന്നതെങ്കിൽ, പിന്നെ എന്താണ് നമ്മൾ ഈ ദുന്യാവിൽ മക്കൾക്ക് വേണ്ടി ചെയ്തത്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിനെന്ത് വേണം? എന്തൊക്കെയാ ചെയ്യേണ്ടത്? നരകത്തിൽ നിന്ന് മുക്തരാകാൻ എന്തൊക്കെ ചെയ്യണം? ഖുർആൻ പറയാം, ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഖുർആൻ പറയുന്നു? വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ പരിപൂർണമായ നഷ്ടത്തിലാണ്. എല്ലാ മനുഷ്യന്മാരും നാശത്തിലാണ്, നഷ്ടത്തിലാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനൂ, വിശ്വാസം പരിപൂർണമായി കൈക്കൊണ്ടതായ ആളുകളൊഴികെ, അല്ലാഹുവിൽ പരിപൂർണമായി ഈമാൻ പുൽകിയതായ ആളുകളൊഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, ജീവിതത്തിൽ സുകൃതങ്ങൾ അനുഷ്ഠിച്ചൊഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ചതായ ആളുകളൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും നഷ്ടത്തിലാണ്, നാശത്തിലാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ നഷ്ടത്തിലും നാശത്തിലും ആകാതിരിക്കണമെങ്കിൽ ഒന്നാമത് എന്ത് വേണം? ഈമാൻ വേണം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാൻ നമ്മുടെ മക്കൾക്ക് നൽകിയിട്ടുണ്ടോ? മക്കളിലുള്ള ഈമാൻ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ നരകത്തിൽ നിന്ന് മോചനപത്രം ലഭിക്കണം. അതിനുവേണ്ടി നമ്മുടെ മക്കളെ തയ്യാറെടുക്കുന്നതിന് ഒന്നാമതായി മക്കൾക്ക് കൊടുക്കേണ്ടതാണ് ഈമാൻ. ഇല്ലല്ലദീന ആമനു, വിശ്വാസം നമ്മളുടെ മക്കളുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കണം. ഇന്ന് മക്കളുടെ ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവണതകൾ മക്കൾ തന്നെ ചെയ്തു വരികയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ധാരാളമുണ്ട്. ഈമാനില്ലാത്തവരായി നമ്മുടെ മക്കൾ മാറി. പ്രേമവും പ്രേമ നൈരാശ്യങ്ങളും ഒക്കെയായി നമ്മുടെ മക്കളുടെ ജീവിതം കെട്ടുപെണ്ണിന് കിടക്കുകയാണ്. പ്രേമിക്കുമ്പോ യാതൊരു കൂസലുമില്ലാത്ത രീതിയിലേക്കായി പോവാൻ, ഈമാനും ഇസ്ലാമും ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ സഹോദരിമാർക്കിടയിലും സഹോദരങ്ങൾക്കിടയിലും ആ വിഷയത്തിൽ വരിക. ഈമാൻ കളഞ്ഞു കുളിക്കാം. മാതാപിതാക്കൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കൈമാറി തന്നതാകുന്ന മഹനീയമായ ഏറ്റവും അമൂല്യമായ മൂല്യവത്തായ ഒന്നാണ് ഹിദായത്ത്. ആ വെളിച്ചത്തെ കെടുത്തിക്കളയാൻ നിസ്സാരമായി ശ്രമിക്കുന്നു ഇന്നത്തെ തലമുറ. ഉദാഹരണം, ഒരുത്തനുമായി പ്രണയത്തിലായി, അവന് മതവും ഇല്ല, നിരീശ്വരവാദിയായി നടക്കുന്നതാണ് എങ്കിൽ അവനിലേക്ക് ചേരാൻ നമ്മുടെ സഹോദരിമാർ തയ്യാറാവുകയാണ്. ഒരു പെണ്ണ് നല്ല സുന്ദരിയായ പെണ്ണാണ്, അവളെ വിവാഹം കഴിക്കാൻ ലക്ഷ്യം വെക്കുന്നതായ ഒരു പുരുഷൻ, മുസ്ലിമായ സഹോദരൻ, അവൻ അവന്റെ മതം വിട്ട് മുർത്തദ്ദായി അവളിലേക്ക് ചേക്കേറാൻ വേണ്ടി ഇന്നത്തെ തലമുറ താല്പര്യം വെക്കാൻ. പഴയ കാലത്ത് അങ്ങനെയല്ല. ഹൃദയത്തിൽ ഈമാൻ രൂഢമൂലമായിരുന്നു, വിശ്വാസം എപ്പോഴും കൈമുതലായിരുന്നു. ഇന്ന് ചെറിയ ഒരു അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നിഅമത്തിന് വേണ്ടി, ഈ ഭൗതിക ലോകത്തെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ആഖിറത്തെ നഷ്ടപ്പെടുത്തുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറി. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. അത് നമ്മുടെ മാതാപിതാക്കൾ വളരെയേറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മാതാപിതാക്കൾ മക്കളുടെ ഈമാനിന്റെ വിഷയത്തിൽ അവരുടെ രക്ഷകർത്താക്കളാകണം. അത് സംരക്ഷിക്കുന്നവരാകണം, അത് സംരക്ഷണം കൊടുക്കണം. വഹദിയാകുന്ന ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ വിവാഹം കഴിഞ്ഞു. ആദ്യ വിവാഹത്തിൽ തന്നെ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. വിധവയായി കഴിയുകയാണ് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ. മഹദിയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ, മഹദി അവர்கள் വിധവയായി.
ഭർത്താവ് മരിച്ചതാകുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. പെട്ടെന്ന് ആര് മരിച്ചു? ഭർത്താവ് മരിച്ചു. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ അവളെ ഒന്നിനും വേണ്ടാത്തതായി എന്തോ ഒരു ശകനമുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ശരിക്കും ശ്രദ്ധിക്കണേ ഇവിടെ. ഇന്നാണെങ്കിൽ അത് മാറിയിട്ടുണ്ട് അല്ലേ? മാറിയില്ലേ? മാറി. കല്യാണം കഴിഞ്ഞ് 1-2 ദിവസങ്ങൾക്കുള്ളിൽ ആര് മരിച്ചു? ഭർത്താവ് മരിച്ചു. എങ്കിൽ ആ പെണ്ണിനെ പറ്റി എന്ത് പറയുന്നു? പാവം പെണ്ണാൻ, അവക്കൊരു ഭാഗ്യമില്ലാതായി, ഭർത്താവ് പെട്ടെന്ന് മരിച്ചു അല്ലേ? അങ്ങനെ പറഞ്ഞ് അവളെ വിവാഹം കഴിക്കൂലേ? വിവാഹം കഴിക്കും. എന്നാൽ ഇന്നും എന്തുണ്ട്? അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നമുക്കിടയിൽ തന്നെയുണ്ട്. രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞ് ആ രണ്ടാം വിവാഹം കഴിച്ചതാകുന്ന ഭർത്താവും 2 ആഴ്ചക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി. ഉദാഹരണം പറയണം, അയാളും മരിച്ചു. മരിച്ചാൽ പിന്നെ 3ാമത്തെ വിവാഹത്തിന് അടുത്തയാള് തയ്യാറാവൂ? എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ തോന്നുന്നുണ്ട് എന്ന് പറയും. അവ 3ാമത്തെ വിവാഹം ഒരാൾ കഴിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആ ഭർത്താവും പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അള്ളാഹു അത്തരത്തിലുള്ള വിപത്തുകൾ നമ്മളെ കാക്കട്ടെ. അങ്ങനെ നടന്നെന്ന് സങ്കല്പിക്കാം. എങ്കിൽ ആ പെണ്ണിനെ കുറിച്ച് 3ാമത് എന്താ പറയുക? ഇതൊക്കെ ഉടനെ തന്നെയാണ്, എല്ലാം ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ. ഒന്ന് കഴിഞ്ഞു, ഇദ്ദ കഴിഞ്ഞു, അടുത്തത് വീണ്ടും വരുന്നു, അതിന്റെ ഇദ്ദ കഴിയുന്നു, അടുത്തത് വീണ്ടും കെട്ടുന്നു, അടുത്തത്. ഇങ്ങനെ അടുത്തടുത്ത് തന്നെയാണ് സംഭവിച്ചത്. എന്തായിരിക്കും ആളുകൾ പറയുക? എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മളിലും എന്ത് പൂർണ്ണമായി മാറിയിട്ടില്ല? അന്ധവിശ്വാസങ്ങൾ മാറിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. എന്നാൽ ഇത് വളരെ കൂടുതലായി നിലകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ജാഹിലിയ കാലഘട്ടം. അന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ എന്തായി? ഭർത്താവ് മരണപ്പെട്ടുപോയി, വിധവയായി. അങ്ങനെ നിലകൊള്ളുന്ന സമയം ഒരാളും വിവാഹാലോചനയ്ക്ക് വരാതിരിക്കുന്ന ഘട്ടത്തിൽ മക്കയിലെ പൗരപ്രമുഖനായ സുമുഖനായ വലിയ ബിസിനസ്സുകാരനാകുന്ന നല്ല സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ വന്നു. ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്ന് കല്യാണം ആലോചിച്ചു. അബൂ തൽഹ എന്ന് പറയുന്ന വ്യക്തി വന്നുകൊണ്ട് കല്യാണം ആലോചിച്ചു. അന്ന് അദ്ദേഹം ഇസ്ലാമായിട്ടില്ല, മുസ്ലിമായിട്ടില്ല. ഉമ്മു സുലൈമാൻ ബഹുമാനപ്പെട്ടതാകുന്ന മഹദി അവറുകൾ വന്നൊക്കെ ഉമ്മു സലമയുടെ അടുക്കൽ വന്നുകൊണ്ട് കല്യാണാലോചന നടത്തിയപ്പോ മഹദി അവറുകൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ക്വാളിറ്റി നിങ്ങളിലില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി കൊടുത്തു, മറ്റൊന്നുമല്ല, നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം മതം പുൽകിയവനല്ല, നിങ്ങളിൽ ഈമാനില്ല. നോക്കൂ നിങ്ങൾ, ഈമാനിനെയാണ് ആ പെണ്ണ് ഏറ്റവും വലിയ മാറ്റായി കണ്ടത്. ബാക്കിയൊക്കെ ഉണ്ട്, ദുനിയാവാകുന്ന എല്ലാം അവന്റെ കയ്യിലുണ്ട്. സമ്പത്ത് അതിസമ്പന്നനാണ്, മക്കയിലെ ഏറ്റവും വലിയ പൗരപ്രമുഖനാണ്. നല്ല സുഖകരമായ ജീവിതം നയിക്കാം. വിധവയായ പെണ്ണിനെ ഏറ്റെടുക്കാൻ ആരും വരൂല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറായതാകുന്ന അബൂ തൽഹയോട് പറയുന്നു, മുഖമടച്ച ഒറ്റ വർത്തമാനം, നിങ്ങൾ സുന്ദരനാണ്, സുമുഖനാണ്, ചെറുപ്പക്കാരനാണ്, വലിയ സമ്പന്നനാണ്, ബിസിനസ്സുകാരനാണ്, എല്ലാം ശരി, നിങ്ങളോടൊപ്പം ഉള്ള ജീവിതമൊക്കെ സുഖകരമാണ്. പക്ഷെ ഒറ്റ പ്രശ്നം എനിക്കുണ്ട്, നിങ്ങൾ ഈമാൻ പുൽകാത്ത വ്യക്തിയാണ്, അള്ളാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കുകയില്ല. മഹദി അവറുകൾ ഓർമ്മപ്പെടുത്താം. ഈ ഒരു ഈമാൻ, ഉമ്മു സലമയുടെ ഈ ഒരു ഈമാനാണ് നമ്മുടെ മക്കൾക്ക് രക്ഷിതാക്കളായ നാം നൽകേണ്ടത്. ഇന്നത്തെ തലമുറയിൽ അതില്ല. ഇന്ന് ചെറിയൊരു സമ്പത്തുള്ളവനെ കാണുമ്പോൾ അവൻ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, നമ്മുടെ സഹോദരിമാർ മതം മാറി ചിന്തിച്ച് അവനോടൊപ്പം ഒളിച്ചോടി പോകാൻ തയ്യാറാകുന്ന കാലഘട്ടമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെ വലിയൊരു വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. ഹിദായത്ത് കിട്ടാത്തവരായി ഇന്നത്തെ തലമുറകൾ മാറുകയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ടതാകുന്ന ശഹ്ർ ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാ അക്സറു ദുആയിക, മാ അക്സറു ദുആയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി. അല്ലയോ ഉമ്മു സലമ ബീവിയെ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ
പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഏതാണ്? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന മിൻ അക്സരി ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അധിക പ്രാർത്ഥനയും ഏതെന്നറിയുമോ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹബീബായ നബി തങ്ങൾ എൻ്റെ അടുക്കൽ കടന്നു വന്നാൽ നബി തങ്ങൾ സദാസമയവും അധികരിപ്പിച്ചിരുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ഉമ്മു സലമ ബീവി ലോകത്തോട് വിളിച്ചു പറയുകയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ തിരിച്ചു കളയുന്ന നാഥാ, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തി തരണേ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ദ്വാരക്കലുള്ളത് ഇതായിരുന്നു. ഏത്? എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഹിദായത്ത്, ഈമാന്റെ വെളിച്ചം എനിക്ക് തെറ്റിക്കല്ലേ എന്ന്. ആരാ ദ്വാരുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം ഒരു സെക്കൻഡ് മതി തെറ്റാൻ. നമ്മുടെ മക്കൾക്കോ 24 മണിക്കൂർ തെറ്റിയിട്ടാവുള്ളത്. കാരണം ഈമാനില്ലാത്ത പ്രവർത്തനം, ഈമാനും ഇസ്ലാമും ഇല്ലാത്ത പ്രവർത്തനമാണ് ഇന്നത്തെ തലമുറയിൽ വ്യക്തമായി നമ്മുടെ മക്കളിൽ നിഴലിക്കുന്നത്. എവിടെ നോക്കിയാലും. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. മക്കളോടുള്ള രക്ഷകർത്തം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അവരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, തങ്ങൾ എന്റെ അടുക്കലാകുമ്പോൾ തങ്ങൾ ഈ ദുആ അധികരിപ്പിക്കാനുള്ള കാരണം എന്താണ്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ തിരിക്കുന്നതായ അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഭാര്യയാകുന്ന ഉമ്മു സലമയോട് പറയുന്നു, ഉമ്മു സലമ, മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ്. അവന്റെ കൈകളിലാണ് മനുഷ്യന്റെ ഈമാൻ. യുഖല്ലിബുല്ലാഹു ഇലാ മാ ശാഅ, അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മനുഷ്യന്റെ ഹൃദയത്തെ അല്ലാഹു തിരിച്ചു കളയും. ഏത് സെക്കൻഡിനുള്ളിലും ഈമാൻ ഉരപ്പെട്ടു പോകാമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പെട്ടെന്ന് തെറ്റിപ്പോകാം. ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ വന്ന് വിവാഹാലോചന നടത്തി ഒരു പെണ്ണിനോട്. അവൻ മതമില്ല, അമുസ്ലിം സഹോദരനാണ്. ഇവളുടെ ഈമാനിനെ അവൾ അങ്ങോട്ട് ചായാൻ തീരുമാനിക്കുന്നു. കാരണം എനിക്ക് ഈ ദുനിയാവിൽ മതി, ഭൗതികമായ ലോകത്തുള്ള ജീവിതം മതി. അവരുടെ മനസ്സിലെ ചിന്ത അതാണ്. എത്ര സഹോദരിമാരങ്ങനെ പിഴച്ചുപോയി. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ വിടുന്ന രക്ഷിതാക്കൾ പെൺകുട്ടികൾ മാത്രമുള്ള കലാലയങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് പഠിക്കാൻ വിടുന്നു. പക്ഷെ അവിടെയും പ്രശ്നം. കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളുമായി +2 പഠിക്കുന്ന പെൺകുട്ടികൾ സ്വവർഗരതി അനുരാഗികളായി മാറുന്ന കാലഘട്ടം. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് എനിക്കെന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരി മതി എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതായ പെൺമക്കളുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ വിട്ടത് തന്നെ എന്തിനാ? പെൺകുട്ടികൾ മാത്രമുള്ള കലാലയത്തിലേക്ക് എന്തിനാ വിട്ടത്? ഇവൾ ആണിന്റെ കൂടെ ഒളിച്ചോടി പോകാതിരിക്കാനാ. അപ്പൊ അതിനേക്കാൾ വലിയ കുരിശായി മാറി. എങ്ങനെ? നേരെ കൊണ്ടുപോയി വിട്ടപ്പോ അവൾ കൂടെ പഠിക്കുന്നതാകുന്ന കൂട്ടുകാരികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് സ്വവർഗരതി അനുരാഗിയായി, ലെസ്ബിയനായി, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നതിനാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്. പുരുഷനുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് അത്തരത്തിൽ ജീവിക്കുന്നവർക്ക് ഗേകൾ എന്ന് പറയും. ഇന്ന് നമ്മുടെ തലമുറയിൽ അത് അധികരിച്ചു വരിക. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. ഇന്ന് കേരള ഹൈക്കോടതിയും സുപ്രീം കോടതി അടക്കമുള്ളതാകുന്ന കോടതികൾ പരിപൂർണമായി അനുവാദം കൊടുത്തിരിക്കുകയാണ്. എന്തിന്? സ്വവർഗരതി അനുരാഗികളായി നിലകൊള്ളുന്നതിന്, സൊഡോമിയനായി ജീവിതം നയിക്കുന്നത്. പ്രായപൂർത്തി എത്തിയതായ ആളുകളാണ് എങ്കിൽ സ്ത്രീകളുമായി തന്നെ അത്തരത്തിൽ ബന്ധം വെച്ചുകൊണ്ട് ജീവിക്കുന്നതിന് ഗവൺമെന്റ് പോലും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പക്ഷെ പരിശുദ്ധ ഇസ്ലാം
ഏറ്റവും പ്രാകൃതമാകുന്ന സമീപനമായി പാശ്ചാത്യ രീതിയായിട്ടാണ് എപ്പോഴും അതിനെ കാണുന്നത്. ഏറ്റവും മോശപ്പെട്ട പണിയായി. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ നീചവൃത്തിയാണത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, ലഅനല്ലാഹു മൻ അമല അമല ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ അമലുകൾ, പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായ, നീചവൃത്തി ചെയ്യുന്നതായ വ്യക്തികൾ ആരുണ്ടോ, സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വയംഭൂ അണിയുന്നതായ സഹോദരിമാരുണ്ടോ, ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ വിടുന്നതായ ചെറുപ്പക്കാർ, അത്തരത്തിലുള്ളതാകുന്ന ആളുകളുമായി, കൂട്ടുകാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കേകളായി നില ചെയ്യുന്നതായ അവസ്ഥയുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, തീർച്ചയായും അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവർത്തനം. നമ്മുടെ മക്കൾക്ക് ദീനും ഇസ്ലാമും ഇല്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ പച്ച കുത്തി നടക്കാൻ. ആരെങ്കിലും മസല ചോദിച്ചിട്ടാണോ? മഹല്ലി കാളിയാരുണ്ട്, ഒരു പ്രയോജനമില്ല. ഒറ്റൊരുത്തം മസല ചോദിക്കാനില്ല. മസാല ചോദിക്കും. അത് അടുത്തിരിപ്പുണ്ടെങ്കിൽ ഒരു മസാലയുടെ 2 പീസും കിട്ടേക്കും, അല്ലാതെ മസാല ചോദിക്കാനില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാളിയാർ അടുത്തിരിപ്പുണ്ടെ എന്ത് ചോദിക്കും? 2 പീസും കിട്ടേക്ക്, ചിക്കന്റെ പീസ്, മസാല. മസാല ചോദിക്കുന്നില്ല. നെഞ്ചത്തും അവിടെ ഇവിടെയും കശത്തും ഒക്കെ എന്തിട്ടുണ്ട് നടക്കാൻ? പച്ച ഊത്ത. സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഇപ്പൊ കൂടി വരികയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു ശപിച്ച വിഭാഗമാണ് ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാത്. ശരീരത്തിൽ പച്ച കുത്തുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. പച്ച കുത്താൻ ആവശ്യപ്പെടുന്നതായ സഹോദരിമാരെ, അതിനുവേണ്ടി നിലകൊള്ളുന്നതായ ചെറുപ്പക്കാരെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്, ശപിച്ചിരിക്കുകയാണ്. ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാത് വന്നാമിസാതി വൽ മുതനമ്മിസാത്. പിരികം ത്രെഡ് ചെയ്യുന്നതായ സഹോദരിമാരില്ലേ, പിരികം ത്രെഡ് ചെയ്യുന്നവരില്ലേ, പ്ലക്ക് ചെയ്യുന്നവരില്ലേ, നിഷിദ്ധമാണ്, ഹറാമാണ്. അല്ലാഹു ശപിച്ചതായ വിഭാഗമാണ് അവരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി